ഇനി നമുക്കുള്ളത് ഓയിലർ നമ്പർ അല്ലെങ്കിൽ ഇ, നമ്മുടെ സ്മോൾ ലെറ്റർ ഇ ആയിട്ട് നമ്മൾ 2.7 സംതിങ് എന്ന് പറഞ്ഞ ഒരു നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറിനെ ഓയിലേഴ്സ് നമ്പർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഓയിലേഴ്സ് നമ്പറിലോട്ട് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് ആണ് അടുത്ത് നമുക്ക് കാണാനുള്ളത്. അപ്പം ജസ്റ്റ് ചെറിയ പ്രോബ്ലത്തിൻ്റെ കൂടെ ഓയിലേഴ്സ് നമ്പർ എന്നും കൂടെ ഹെഡിങ് എഴുതി ക്വസ്റ്റ്യൻ. 8th ക്വസ്റ്റ്യൻ. Let En is equal to 1 plus 1 by n raised to n for n element of n. Let En is equal to 1 plus 1 by n raised to n for n element of n. Let En equal to 1 plus 1 by n raised to n for n element of n. Show that the sequence is convergent. Show that the sequence is convergent. അപ്പോൾ നമ്മൾ ഈ സീക്വൻസ് ഷോ ദാറ്റ് ദ സീക്വൻസ് En is convergent, ഇതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ലിമിറ്റിനെയാണ് നമ്മൾ ഇ എന്ന് വിളിക്കുന്നത് നമ്പർ. ഈ സീക്വൻസ് 1 plus 1 by n raised to n ൻ്റെ ലിമിറ്റിനെയാണ് നമ്മൾ ദ ഓയിലർ നമ്പർ ഇ വിച്ച് ഈസ് ഈക്വൽ ടു 2.71828 എന്ന് പറയുന്ന നമ്പർ. നമുക്ക് ആദ്യം ഈ സീക്വൻസ് ഇതൊരു മോണോട്ടോൺ സീക്വൻസ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. മോണോട്ടോൺ സീക്വൻസ് ആണെങ്കിൽ അത് ബൗണ്ടഡ് ആകുമ്പോൾ കൺവേർജൻ്റ് ആണ് എന്ന് നമുക്ക് പറയാം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്സ്. അപ്പം നമ്മൾ En is equal to നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. En is equal to 1 plus 1 by n raised to n. അപ്പോൾ നമ്മൾ a plus b all raised to n-ൻ്റെ ബൈനോമിയൽ എക്സ്പാൻഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് a plus b all raised to n-ൻ്റെ ഫോമുല അറിയാമായിരിക്കുമല്ലോ. a plus b all raised to n എന്ന് പറയുമ്പം a raised to n, nc1 എന്ന് പറയുമ്പം n a raised to n minus 1 b, അടുത്ത് nc2 ആണ്. അപ്പോൾ n into n minus 1 by 1 into 2 a raised to n minus 2 b square, അടുത്ത് nc3. അപ്പോൾ n into n minus 1 into n minus 2 into 1 into 2 into 3 a raised to n minus 3 b raised to 3 plus etc. അവസാനം നമുക്ക് NCn സെക്കൻഡ് ലാസ്റ്റ് ടേം കൂടെ എഴുതാം. NCn minus 1 എന്ന് പറയുമ്പം n a raised to 1 b raised to n minus 1 പ്ലസ് NCn എന്ന് പറയുന്നത് 1 ആണ്, അത് b raised to n വരും. അപ്പോൾ a raised to n തൊട്ട് ഇങ്ങനത്തെ ഇതാണ് നമ്മുടെ ഇതിൻ്റെ അകത്ത് എത്ര ടേംസ് വരും. a raised to n തൊട്ട് a raised to 0 വരെ പവേഴ്സ് വേരി ചെയ്യുന്നു. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് a plus b all raised to n-ൻ്റെ അകത്ത് n+1 ടേമുകളാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അത് ഇവിടെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ എക്ക് 1-ഉം ബിക്ക് 1/n കൊടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 ആയിരിക്കും. പ്ലസ് സെക്കൻഡ് ടേം എന്ന് പറയുന്നത് n into 1/1, n into 1/n, n into 1 into 1/n. അടുത്തത് n into n minus 1 divided by 1 into 2, a 1 ആണ്, b സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/n സ്ക്വയർ. പ്ലസ് അടുത്ത ടേം n into n minus 1 into n minus 2 divided by 1 into 2 into 3 into 1/n cube പ്ലസ് എക്സെട്ര. ലാസ്റ്റ് ടേം എന്താ വരുന്നത്? ലാസ്റ്റ് വരുന്നത് n into നമുക്ക് ഏറ്റവും ലാസ്റ്റ് ടേം എഴുതിയാൽ മതി. ഏറ്റവും ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ NCn ആണ്. അപ്പോൾ അത് n into n minus 1 എക്സെട്ര അപ് ടു 1 ഡിവൈഡ് ബൈ 1 into 2 into n. ആക്ച്വലി രണ്ടും സെയിം തന്നെയാണ്, 1 തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ആ ഒരു പാറ്റേൺ കിട്ടാൻ വേണ്ടി ഞാനിങ്ങനെ എഴുതി എന്നുള്ളതേ ഉള്ളൂ. ഇൻറ്റു b raised to n എന്ന് പറയുമ്പോൾ 1/n raised to n. അതായത് ശരിക്കും പറഞ്ഞാൽ NCn എന്നുള്ള ലാസ്റ്റ് ടേം ആണ് ഈ NCn 1 ആണ്. അപ്പം ന്യൂമറേറ്ററി വരുന്നത് n into n minus 1 അപ് ടു 1 വരെയുള്ള ടേമുകൾ, ഡിനോമിനേറ്ററി 1 into 2 into അപ് ടു n വരെ. രണ്ടും n ഫാക്ടറുകളാണ്, ക്യാൻസൽ ചെയ്ത് പോകും. പക്ഷേ നമുക്ക് ഈ ഒരു പാറ്റേൺ കിട്ടാൻ വേണ്ടി ലാസ്റ്റ് ടേം നമ്മൾ ഇങ്ങനെ എഴുതി എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമുക്ക് ദിസ് ഈസ് ഈക്വൽ ടു നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കൊരു n-ൻ്റെ പവർ വെച്ചിട്ട് ഇവിടെ ഒരു n ഉണ്ട്, ഇവിടെ ഒരു n ഉണ്ട്. ഇവിടെ ന്യൂമറേറ്റർ 2n ഉണ്ട്, ഇവിടെ 2n ഉണ്ട്.
ഇവിടെ ന്യൂമറേറ്ററിൽ 3n ഉണ്ട്, ഇവിടെ 3n ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ n ഉണ്ട്, ഇവിടെ n ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെയും ആ എന്നിൻ്റെ പവർ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതാണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത്. ഇഫ് വി ഡിവൈഡ് ദ പവേഴ്സ് ഓഫ് n, if we divide the powers of n into the terms in the numerator, if we divide the powers of n into the terms in the numerators of the binomial coefficient, we get en is equal to, divide ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഫസ്റ്റ് ടേം 1, സെക്കൻഡ് ടേം 1, തേർഡ് ടേമിൻ്റെ അകത്ത് 2n പുറത്തെടുത്തു. അപ്പോൾ n², അപ്പോൾ 1 × 1 - 1/n, അപ്പം നമുക്ക് ആദ്യത്തേത് 1 ഡിവൈഡഡ് ബൈ 1 × 2 എന്ന് പറയുന്നത് 1/2 ഫാക്ടോറിയൽ ഇൻറ്റു 1 - 1/n. അത്രയല്ലേ വരുള്ളൂ. n² ഈ n² ക്യാൻസൽ ചെയ്തു. അടുത്തത് 1 × 2 × 3 എന്ന് പറയുമ്പോൾ 1/3 ഫാക്ടോറിയൽ. ഇവിടെ 1, ഇവിടെ 1 - 1/n, 1 - 2/n. ഇവിടുന്ന് ഓരോ n എടുക്കുമ്പോൾ ഇവിടെ 1 - 1/n, ഇവിടെ 1 - 2/n. അപ്പോൾ n³ ഇൻറ്റു 1 - 1/n, 1 - 2/n. n³ ക്യാൻസൽ ചെയ്ത് പോയി. പ്ലസ് എക്സെട്ര. ലാസ്റ്റ് ഇവിടെ നമുക്ക് 1/n ഫാക്ടോറിയൽ. ഇവിടെ 1 × 2 × n എന്ന് പറയുമ്പോൾ 1/n ഫാക്ടോറിയൽ. ഇവിടെ n⁻n പുറത്തെടുക്കുമ്പോൾ 1 - 1/n, 1 - 2/n എക്സെട്ര അപ് ടു നമുക്ക് ഇവിടെ 1 എന്ന് പറയുന്ന n - 1 അല്ലേ. ഈ ലാസ്റ്റ് 1 എന്ന് പറയുന്നത് n - n - 1. അപ്പോൾ അതിൽ നിന്ന് n കുറക്കുമ്പോൾ 1 - n - 1/n. ഇത്രയും ടേംസ് അല്ലേ നമുക്ക് കിട്ടുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. സംശയം ഉണ്ടെങ്കിൽ ഇത് 2 പ്രാവശ്യം നോക്കിക്കോണേ. അപ്പോൾ നമ്മൾ ചെയ്ത് ഇത്രേ ഉള്ളൂ. 1 ആദ്യത്തേത് n × 1/, അടുത്ത n × n - 1/2 ഫാക്ടോറിയൽ ഇൻറ്റു 1/n². ഇവിടുന്ന് 2n പുറത്തെടുക്കുമ്പം ഇവിടുന്ന് n പുറത്തെടുക്കുമ്പോൾ 1 - 1/n. ഇവിടുന്ന് n എടുത്തു, ഇവിടുന്ന് n എടുത്താൽ ഇത് 1 - 1/n, ഇത് 1 - 2/n. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ n³ ക്യാൻസൽ ചെയ്ത് പോയി. ഇനി ലാസ്റ്റ് നമ്മുടെ ടേം NCn ആയിരുന്നു. NCn ആക്ച്വലി 1 ആണ്. നമ്മളതിനെ ഈ ഒരു പാറ്റേണിൽ തന്നെ എഴുതുമ്പം അത് n × n - 1. ഇപ്പം നമ്മൾ NC3 എഴുതുമ്പോൾ എന്താ? n × n - 1 × n - 2 ഡിവൈഡ് ബൈ 1 × 2 × 3 എന്ന് എഴുതിയതുപോലെ NC3 ആകുമ്പോൾ n - 2 വരും. അപ്പം എക്സെട്ര അപ് ടു n - n - 1 ഡിവൈഡഡ് ബൈ 1 × 2 × 3 അപ് ടു n എന്നുള്ളതാണ് വരുന്നത്. ഈ ലാസ്റ്റ് NCn എന്നുള്ളത് ഞാൻ ഈ ഒരു ഇത് NC3 ആകുമ്പോൾ NCn വരുന്നത് n × n - 1 എക്സെട്ര അപ് ടു n - n - 1 ഡിവൈഡഡ് ബൈ 1 × 2 × 3 × അപ് ടു n എന്ന് വരും. അപ്പോൾ n × n - 1 എക്സെട്ര അപ് ടു ഈ n - of n - 1 എന്ന് പറയുന്നത് 1 ആണ്. അതാണ് n × n - 1 അപ് ടു 1 ഡിവൈഡ് ബൈ 1 × 2 × n ഇൻറ്റു 1/n⁻n എന്ന് എഴുതില്ല. ഇനി ഇവിടെ മൊത്തം എല്ലാത്തിൻ്റെ അകത്തുനിന്ന് ഓരോ n പുറത്തെടുക്കുക. അപ്പോൾ ഇവിടെ 1 തൊട്ട് n - 1 ടേമുകളുണ്ട്. പിന്നെ ഇവിടെ ഒരെണ്ണം കൂടെ വരുമ്പോൾ മൊത്തം n വരും. ഇവിടുന്ന് ഒരു n എടുക്കുമ്പോൾ 1 - 1/n, ഇവിടുന്ന് എടുക്കുമ്പോൾ 1 - 2/n. അപ്പോൾ ലാസ്റ്റിൽ നിന്ന് എടുക്കുമ്പോൾ 1 - n - 1/n. അങ്ങനെയാണ് ഇത് എഴുതിയേക്കുന്നത്. അപ്പം നമുക്ക് ദിസ് ഈസ് ഈക്വൽ ടു 1 + 1 + 1/2 ഫാക്ടോറിയൽ ഇൻറ്റു 1 - 1/n പ്ലസ് 1/3 ഫാക്ടോറിയൽ ഇൻറ്റു 1 - 1/n 1 - 2/n. ഞാൻ ഒന്നും കൂടെ നിങ്ങൾ എഴുതണ്ട, ഞാൻ ഒന്നും കൂടി ഇത് മുകളിലോട്ടൊന്ന് വൃത്തിക്ക് എഴുതാം. നമുക്ക് En is equal to 1 + 1 + 1/2 ഫാക്ടോറിയൽ ഇൻറ്റു 1 - 1/n പ്ലസ് 1/3 ഫാക്ടോറിയൽ ഇൻറ്റു 1 - 1/n 1 - 2/n പ്ലസ് എക്സെട്ര പ്ലസ് 1/n ഫാക്ടോറിയൽ ഇൻറ്റു 1 - 1/n 1 - 2/n എക്സെട്ര 1 - n - 1/n. ഇത്ര വല്ല കിട്ടിയേക്കുന്നത്. അപ്പം നമുക്ക് En കിട്ടി. അങ്ങനെയാണെങ്കിൽ En+1 എന്താണ്? സിമിലർലി En+1 എന്നിന് പകരം n+1 കൊടുത്താൽ മതി. 1 + 1 + 1/2 ഫാക്ടോറിയൽ 1 - 1/n + 1 പ്ലസ് 1/3 ഫാക്ടോറിയൽ 1 - 1/n + 1 1 - 2/n + 1
പ്ലസ് എക്സെട്ര ലാസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ 1/n+1 ഫാക്ടോറിയൽ 1-1/n+1 1-2/n+1 എക്സെട്ര 1-n/n+1 ലാസ്റ്റ് ടേം 1-n/n+1 n-1 പകരം n/n+1 വരും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നും ഈ n+1 കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എന്നിൻ്റെ അകത്ത് n+1 ടേംസ് ആയിരുന്നു. അപ്പോൾ ഈ n+2വിൻ്റെ അകത്ത് n+2 ടേംസ് വരും. കാരണം ഈ n+1ൻ്റെ ബൈനോമിയൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് 1+1/n⁻n+1 ആണ്. അപ്പോൾ n+1 വരുമ്പോൾ n+2 ടേമുകൾ കാണും. അപ്പോൾ ഇതിൻ്റെ അകത്ത് n+1 ടേമുകളും ഇതിൻ്റെ അകത്ത് n+2 ടേമുകളും ഞാൻ പറഞ്ഞു തന്നോളാം. ഞാൻ ആദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. നമ്മൾ എന്നും ഈ n+1 കൂടെ കമ്പയർ ചെയ്താൽ എന്നിൻ്റെ അകത്ത് n+1 ടേമും ഈ n+1ൻ്റെ അകത്ത് n+2 ടേംസും ഉണ്ട്. അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. ആദ്യത്തെ 2 ടേംസ് രണ്ടിനും ഒരുപോലെ. പിന്നെ മൂന്നാമത്തെ ടേം നോക്കി 1/2 ഫാക്ടോറിയൽ ഇൻറ്റു 1-1/n 1-1/n+1. അപ്പോൾ നമുക്കറിയാം n<n+1 ആയതുകൊണ്ട് 1/n > 1/n+1 ആണ്. അപ്പോൾ 1ൽ നിന്ന് 1-1/n ചെയ്യുന്നതാണ് 1-1/n+1 ചെയ്യുന്നതായിരിക്കുമോ വലുത്? 1/n ആണ് വലുത് അല്ലേ? അത് 1/n വലുതായതുകൊണ്ട് 1/1/n വിൽ ബി ലെസ് ദാൻ 1-1/n+1. കാരണം 1/n ആണ് വലിയ നമ്പർ. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ 1/n ആ വലിയ നമ്പർ. അപ്പോൾ 1ൽ നിന്ന് 1/n കുറയ്ക്കുന്നതായിരിക്കും 1ൽ നിന്ന് 1/n+1 കുറയ്ക്കുന്നതിനേക്കാളും ഇതായിരിക്കും ചെറുത് അല്ലേ? 1/n 1/n+1 കൂടെ കമ്പയർ ചെയ്യുമ്പോൾ 1/n ആണ് വലിയ നമ്പർ. അപ്പോൾ 1-1/n 1-1/n+1 കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഇതായിരിക്കും വലുത്. അപ്പോൾ നമ്മൾ ഓരോ ടേം ബൈ ടേം നോക്കുവാണെങ്കിൽ തേർഡ് ടേം തൊട്ട് നമ്മൾ നോക്കുമ്പോൾ തേർഡ് ടേമിൽ ഇതാണ് വലുത്, ഫോർത്ത് ടേമിൽ ഇതാണ് വലുത്. അങ്ങനെ ഓരോ ടേമിലും ഈ n+1 ആണ് വലുത്. പിന്നെ ഈ n+1ൻ്റെ അകത്ത് ഈ എന്നിനേക്കാൾ ഒരു ടേം കൂടുതലുണ്ട്. കാരണം ഇതിൻ്റെ അകത്ത് n+1 ടേംസും ഇതിൻ്റെ അകത്ത് n+2 ടേംസും ആണുള്ളത്. അപ്പോൾ എന്താ നമുക്ക് പറയാം en ഈസ് ലെസ് ദാൻ n+1 എന്ന് നമുക്ക് പറയാമല്ലോ. n എന്ന് പറയുന്നത് n+1നേക്കാളും ചെറുത്. n ആയിരിക്കും ചെറുത്. എന്നും n+1 കൂടെ കമ്പയർ ചെയ്യുമ്പോൾ n ആയിരിക്കും ചെറുത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം നമുക്ക് ഇതൊരു ഇൻക്രീസിങ് സീക്വൻസ് ഫോമിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ പിന്നെ ഓരോ ഇത് ബൗണ്ടഡ് ആണ് എന്നും കൂടെ കാണിച്ചാൽ മതി. അതാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ n+1 എഴുതിയിട്ട് നോട്ട് ദാറ്റ് ദ എക്സ്പ്രഷൻ ഫോർ en contains n+1 terms. The expression for en contains n+1 terms, comma, while that for en+1 contains n+2 terms. The expression for en contains n+1 terms, while that for en+1 contains n+2 terms. The expression for en contains n+1 terms, while that for en+1 contains n+2 terms. കാരണം ഇവിടെ നോക്കിയേ 2 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ഇവിടുത്തെ മൂന്നാമത്തെ ടേം. അപ്പോൾ n ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ഇവിടെ n+1 ടേമാണ്. ഇവിടെ 2 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് തേർഡ് ടേമാണ്. അപ്പോൾ n+1 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് n+2 ടേമാണ്. അതുകൊണ്ട് നമുക്കിൻ്റെ അകത്ത് അല്ലെങ്കിൽ ബൈനോമിയൽ എക്സ്പാൻഷൻ്റെ അകത്ത് നമ്പർ ഓഫ് ടേംസ് നോക്കിയാൽ മതി. എന്നിൻ്റെ അകത്ത് n+1 ടേംസ്, while that for en+2 contains n+2 terms. Moreover, each term appearing in en is less than or equal to each term appearing in en is less than or equal to the corresponding term in en+1. Moreover, each term appearing in en is less than or equal to the corresponding term in en+1, and en+1 has more positive term.
each term appearing in En is less than or equal to the corresponding term in En plus 1 and En plus 1 has more positive term. En plus കറസ്പോണ്ടിങ് ടേമുകൾ നോക്കുമ്പോൾ ഇപ്പോൾ 1 മൈനസ് 1 ബൈ എനും 1 മൈനസ് 1 ബൈ എൻ പ്ലസ് 1 കൂടെ കമ്പയർ ചെയ്യുമ്പോൾ 1 മൈനസ് 1 ബൈ എൻ ആണ് ചെറുത്. അപ്പം കറസ്പോണ്ടിങ് ടേമുകളെല്ലാം ഇതിൻ്റെയാണ് വലുത്. ഇതിന് കൂടുതൽ ഇത് ഓരോ ടേമുകളും പോസിറ്റീവാണ് അല്ലേ. ഈ 1 മൈനസ് 1 ബൈ എൻ പ്ലസ് 1 ഇതെല്ലാം പോസിറ്റീവ് ടേമുകളല്ലേ. ഓക്കെ, 1 മൈനസ് 1 ബൈ എൻ പ്ലസ് 1, 1 മൈനസ് 2 ബൈ എൻ പ്ലസ് 1 ഇതെല്ലാം പോസിറ്റീവ് ടേം. അപ്പോൾ ഇതിൻ്റെ അകത്തെ നമ്പർ ഓഫ് ടേമുകൾ ഇതാണ്. ഇതിൻ്റെ അകത്താണ് ഒരു ടേം കൂടുതൽ വരുന്നത്. കറസ്പോണ്ടിങ് ടേമുകൾ നോക്കുമ്പോൾ വലുതും ഇതിൻ്റെ അകത്തെ ടേമുകൾ. അപ്പോൾ ഇതാണ് വലുത്. അതാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. Therefore En less than En plus 1. For all n. ഇനി നമുക്കറിയാം ഇത് ഓരോന്നും 2-നേക്കാളും വലുതല്ലേ. ഓക്കെ, 1 പ്ലസ് 1 ദാറ്റ് ഈസ് 2 ലെസ് ദാൻ E1 ലെസ് ദാൻ E2 എക്സെട്ര ലെസ് ദാൻ En ലെസ് ദാൻ En പ്ലസ് 1 ഫോർ ഓൾ എൻ എന്ന് പറയാമല്ലോ. കാരണം എല്ലാ എലമെൻറ്റും ഇപ്പം നമ്മൾ En നോക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് 2 പ്ലസ് സംതിങ്ങാണ്, ഇതും 2 പ്ലസ് സംതിങ്. അപ്പോൾ ഇത് ഓരോന്നും 2-നേക്കാളും വലുതായിരിക്കും. നമുക്ക് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു E1. ഇപ്പോൾ n ഈക്വൽ ടു 2 കൊടുക്കുവാണെങ്കിൽ ഈ ടേം തൊട്ടുള്ളത് 0 ആയിപ്പോൾ. അപ്പോൾ നമുക്ക് E1 എന്ന് പറയുന്നത് 2 ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ ഇട്ടത്. അപ്പോൾ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു E1 ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ E2 ലെസ് ദാൻ En എക്സെട്ര ഫോർ ഓൾ n എന്ന് നമുക്ക് പറയാമോ. Therefore sequence En is an increasing sequence. Sequence En is an increasing sequence. ഇതൊരു ഇൻക്രീസിങ് സീക്വൻസ് ആണ് നമുക്ക് കിട്ടും. ഈസ് ആൻ ഇൻക്രീസിങ് സീക്വൻസ്. ഇനി നമുക്ക് ഇത് ഇൻക്രീസിങ് സീക്വൻസ് ബൗണ്ടഡ് ബിലോ ബൈ 2. ഇനി ബൗണ്ടഡ് എബവും കൂടെ ആണെങ്കിൽ നമുക്ക് കൺവേർജസ് ടു എ നമ്പർ എന്ന് പറയാൻ പറ്റും. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇത് ബൗണ്ടഡ് എബവ് ആണ് എന്നാണ് കാണിക്കാൻ പോകുന്നത്. അതിനു വേണ്ടി ഞാൻ പറഞ്ഞിട്ട് ചെയ്താൽ മതി നിങ്ങൾ. നമുക്ക് ഇതിനൊരു അപ്പർ ബൗണ്ട് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമ്മൾ ചെയ്ത പ്രോസസ്സ് ഞാൻ ഒന്നും കൂടെ പറയാം. നമ്മൾ En ഉള്ള സീക്വൻസ് ഡിഫൈൻ ചെയ്തിട്ട് En നമ്മൾ എക്സ്പാൻഡ് ചെയ്തപ്പോൾ നമുക്ക് ഈ ഡിവൈഡ് ചെയ്തും കൂടെ കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഒരു ഫോമിൽ കിട്ടി. എന്നിട്ട് En പ്ലസ് 1 എഴുതി. En പ്ലസ് 1ഉം Enനും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ En പ്ലസ് 1ൻ്റെ അകത്ത്Ennേക്കാൾ ഒരു ടേം കൂടുതലുണ്ട്. അപ്പോൾ ഒരു പോസിറ്റീവ് ടേം കൂടുതലുണ്ട്. പിന്നെ കറസ്പോണ്ടിങ് ടേമുകളെല്ലാം ഇതിൻ്റെ അകത്തെ വലുത്. അപ്പോൾ En പ്ലസ് 1 ആണ് വലുത് എന്ന് പറഞ്ഞു. നമുക്ക് En ലെസ് ദാൻ En പ്ലസ് 1 ഫോർ ഓൾ n. അതുകൊണ്ട് ഇതൊരു ഇൻക്രീസിങ് സീക്വൻസ് ആണ്. 2 അതിൻ്റെ ഒരു ലോവർ ബൗണ്ട് ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ അപ്പർ ബൗണ്ട് കണ്ടുപിടിക്കണം. അപ്പർ ബൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഇതിനെ എന്ത് ചെയ്യാം. ദിസ് ഈസ് ലെസ് ദാൻ 1 പ്ലസ് 1 പ്ലസ് 1 ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് 1 ബൈ 3 ഞാൻ പറഞ്ഞിട്ട് എഴുതിയാൽ മതി. 1 ബൈ 4 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര 1 ബൈ n ഫാക്ടോറിയൽ നിന്ന്. കാരണം എന്താ, 1 മൈനസ് 1 ബൈ n എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്. 1 മൈനസ് 2 ബൈ n എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്. 1 മൈനസ് n മൈനസ് അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ 1 മൈനസ് n മൈനസ് 1 ബൈ n എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്. കാരണം ഇതെന്ന് പറയുന്നത് എന്താ, n മൈനസ് 1 ബൈ n. ഇത് n മൈനസ് 2 ബൈ n ആണ്. എന്നിനേക്കാളും ചെറിയൊരു നമ്പറാണ് ന്യൂമറേറ്ററി വന്നിരിക്കുന്നത് അല്ലേ. നമ്മൾ LC എടുക്കുമ്പോൾ ഇത് n മൈനസ് 1 ബൈ n, ഇത് n മൈനസ് 2 ബൈ n, ഇത് 1 ബൈ n ആണ്. ഇതെല്ലാം 1നേക്കാളും ചെറിയ നമ്പേഴ്സാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 1 മൈനസ് 1 ബൈ n പകരം അതിനേക്കാളും വലിയ 1 വെച്ച് റീപ്ലേസ് ചെയ്തു. ഇവിടെ 1 മൈനസ് 1 ബൈ n ഇൻറ്റു 1 മൈനസ് 2 ബൈ n ഇത് രണ്ടും ലെസ് ദാൻ 1 ആയിട്ടുള്ള നമ്പറാണ്. അപ്പോൾ നമ്മൾ അതിനെ 1 വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ ഈ ടേം ആയിരിക്കും വലുത്. അതാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് അങ്ങനെ ചെയ്യാം. നമുക്ക് ഇവിടെ വരെ നിങ്ങൾ എഴുതി നിർത്തിയ ഒരു ഇൻക്രീസിങ് സീക്വൻസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. We know that 1 minus 1 by n is less than 1, 1 minus 2 by n is less than 1, etc. 1 minus n minus 1 by n is less than 1. Therefore En is less than 1 plus 1 plus 1 by 2 factorial plus 1 by 3 factorial plus 1 by 4 factorial plus etc. 1 by n factorial. ഇവിടെ ഓരോ നമ്പറിനെ നമ്മൾ അതിനേക്കാളും വലിയ 1 വെച്ച് റീപ്ലേസ് ചെയ്യുക. അതുകൊണ്ട് ഇതായിരിക്കും വലുത്.
അപ്പോൾ നമുക്ക് en ഈസ് ലെസ് ദാൻ 1 + 1 + 1/2 ഫാക്ടോറിയൽ 1/3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് കിട്ടി. ഇനി നമുക്ക് 2 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 3 ഫാക്ടോറിയൽ നോക്കാം. 3 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ലെസ് ദാൻ 2 സ്ക്വയർ ആയിരിക്കുകയല്ലേ. 3 ഫാക്ടോറിയൽ 2 സ്ക്വയറും 3 ഫാക്ടോറിയലും കൂടെ കമ്പയർ ചെയ്താൽ 3 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 2 × 3 ആണ്. അപ്പോൾ അതിന് പകരം നമ്മൾ 2 ഇവിടെ വേണ്ടി നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ട് എഴുതിയാൽ മതി. ബാക്കി 2 സ്ക്വയർ എന്ന് പറയുമ്പം നമുക്ക് 2 × 2 ആണ്. ഇവിടെ 2 × 3 ആണ്. അപ്പോൾ 2 സ്ക്വയറും 3 ഫാക്ടോറിയലും കമ്പയർ ചെയ്യുമ്പോൾ 2 സ്ക്വയർ ആയിരിക്കും ചെറുത്. ഇനി 2 ക്യൂബും 4 ഫാക്ടോറിയലും കൂടെ കമ്പയർ ചെയ്തേ. ഇവിടെ എല്ലാം 2 ആണ്. ഇവിടെ ആണെങ്കിൽ 2 × 3 × 4. ഇവിടുത്തെ 3ക്കും 4നും പകരം നമ്മൾ 2 തന്നെ എഴുതുന്നത് ഇതായിരിക്കും ചെറുത്. അപ്പം 2 ക്യൂബ് ലെസ് ദാൻ 4 ഫാക്ടോറിയൽ, 2⁴ ലെസ് ദാൻ 5 ഫാക്ടർ. അപ്പം നമ്മൾ ജനറലി പറയുവാണെങ്കിൽ 2⁻p−1 ഈസ് ലെസ് ദാൻ p ഫാക്ടോറിയൽ എന്ന് നമുക്ക് പറയാം. 2 ഒരു പവർ കുറവാണ്, 2വിനേക്കാൾ ഒരു പവർ കുറവാണ്. അതാണ് നമ്മൾ ഇനി പറയാം. 2 സ്ക്വയറും 3 ഫാക്ടോറിയലും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ 2 സ്ക്വയറിൻ്റെ അകത്ത് എല്ലാം 2 എല്ലാ ടേം, പക്ഷേ 3 ഫാക്ടോറിയലിൻ്റെ അകത്ത് 2വിന് പകരം 3 ആണ്. അപ്പോൾ ഇവിടെ ഈ n ഫാക്ടോറിയലിൻ്റെ അകത്ത് നമ്മൾ 1ഉം 2വിനും ശേഷം വരുന്ന നമ്പേഴ്സിനെല്ലാം 2 വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യുവാണ്. 3 തൊട്ടുള്ള നമ്പേഴ്സിനെല്ലാം 3 വെച്ച് റീപ്ലേസ് ചെയ്യുന്നതാണ് 2⁻p−1 എന്ന് പറയുന്നത്. അപ്പോൾ അതും p ഫാക്ടോറിയലും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ 2⁻p−1 ആയിരിക്കും ചെറുത്. അതാണ് നമ്മളിനി അടുത്തത് പറയാൻ പോകുന്നത്. ഓൾസോ 2⁻p−1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു p ഫാക്ടോറിയൽ. 2⁻p−1 is less than or equal to p factorial. Therefore, 1/2⁻p−1 will be greater than or equal to 1/p factorial. That is, 1/p factorial is less than or equal to 1/2⁻p−1. ഇതിനെ നമ്മൾ en ഇൻക്രീസിംഗ് എന്നുള്ളത് ഇക്വേഷൻ 1 ആയിട്ട് എടുത്തിട്ട് en ലെസ് ദാൻ ഇതിനെ നമ്മൾ ഇക്വേഷൻ 2 ആയിട്ട് എടുക്കുക. എന്നിട്ട് ഇത് അപ്ലൈ ചെയ്യുക. ഇതിനെ ഇക്വേഷൻ 3 എന്ന് വിളിക്കുക. വി നോ ദാറ്റ് 2⁻p−1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു p ഫാക്ടർ. നമ്പേഴ്സ് ഇട്ട് കൊടുത്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. 2⁻p−1ഉം p ഫാക്ടറും കമ്പയർ ചെയ്യുമ്പോൾ 2⁻p−1 ആണ് ചെറുത്. അപ്പോൾ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇൻഇക്വാളിറ്റി തിരിഞ്ഞു വരും. അതിൽ നിന്ന് നമുക്ക് 1/p ഫാക്ടോറിയൽ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2⁻p−1 എന്ന് നമുക്ക് പറയാൻ പറ്റും. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദിസ് ഇൻ ഇക്വേഷൻ 2 we have Substituting this in equation 2 we have നമ്മളിവിടെ എന്താ ചെയ്തത്? ഇക്വേഷൻ 2വിൻ്റെ അകത്തോട്ട് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഞാൻ നിങ്ങളൊന്നും കൂടെ എഴുതിയാൽ മതി. ഇക്വേഷൻ 2 എന്ന് പറയുന്നത് ഇതാ. അതിൻ്റെ അകത്തോട്ട് നമ്മൾ 1/2 ഫാക്ടോറിയലിനേക്കാളും വലിയതാണ് 1/2⁻1 എന്നുള്ളത് അല്ലേ. 1/3 ഫാക്ടോറിയലിനേക്കാളും വലുതാണ് 1/2⁻2 എന്നുള്ളത്. അപ്പോൾ നമ്മൾ അതിനേക്കാളും വലിയൊരു നമ്പർ വെച്ച് റീപ്ലേസ് ചെയ്യുവാണ്. 1/2 ഫാക്ടോറിയലിനെ 1/2 വെച്ചിട്ട് 1/3 ഫാക്ടോറിയലിനെ നമുക്ക് 1/2² വെച്ചിട്ട് 1/4 ഫാക്ടോറിയലിനെ 1/2³ വെച്ചിട്ട് അവസാനത്തെ n ഫാക്ടോറിയലിനെ എന്ത് ചെയ്യണം? 2⁻n−1 വെച്ച് റീപ്ലേസ് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദിസ് ഇൻ ഇക്വേഷൻ 2 we have en ഈസ് ലെസ് ദാൻ ഇക്വേഷൻ 2 ഒന്നും കൂടെ എഴുതിയാൽ മതി. 1/2 ഫാക്ടോറിയൽ 1/2 തന്നെ. 1/3 ഫാക്ടോറിയലിനെ അതിനേക്കാളും വലിയ 1/2² വെച്ച് റീപ്ലേസ് ചെയ്തു. 1/4 ഫാക്ടോറിയലിനെ അതിനേക്കാളും വലിയ 1/2³ വെച്ച് റീപ്ലേസ് ചെയ്തു. 1/n ഫാക്ടോറിയലിനെ 1/2⁻n−1 വെച്ച് റീപ്ലേസ് ചെയ്തു. So this is less than 2 plus 1/2 plus 1/2² plus etc. plus 2⁻n−1 ഫോമിൽ കിട്ടി അല്ലേ. അപ്പം നമുക്ക് ഇനി ഇതൊരു ജോമെട്രിക് സീരീസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇത് നമ്മളൊരു ജോമെട്രിക് സീരീസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ദിസ് ഈസ് ലെസ് ദാൻ 2 പ്ലസ് ഇതിൻ്റെ ഫസ്റ്റ് ടേം 1/2 അല്ലേ. ഇതിൻ്റെ ഫസ്റ്റ് ടേം 1/2 ഡിഫറൻസും 1 ഇത് AR അപ് ടു AR⁻n−2 ഫോമിലാണ് കിടക്കുന്നത്. കാരണം 1/2 ആണ് ഫസ്റ്റ് ടേം. അപ്പം 1/2 1/2² അങ്ങനെ 1/2 × 1/2n−2 ആണിത്.
അപ്പം എ ആർ റേസ് ടു എൻ മൈനസ് ടു ആകുമ്പോൾ അതിൻ്റെ സമ്മ എ ഇൻറ്റു 1 മൈനസ് ആർ റേസ് ടു എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ. കാരണം ആർ റേസ് ടു എൻ മൈനസ് 1 ആണെങ്കിലാണ് ആർ റേസ് ടു എൻ വരുന്നത്. ഇവിടെ എൻ മൈനസ് 2 വരെ വന്നേക്കുന്നത്. അല്ലാതെ നമ്മൾ 1+1 തൊട്ടെടുത്താൽ മതി. എങ്ങനെ എടുത്താലും ഒരുപോലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫോർമുല എ ഈക്വൽ ടു 1/2, ആർ ഈക്വൽ ടു 1/2. അപ്പോൾ 1 മൈനസ് 1/2 റേസ് ടു എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/2 എ ഇൻറ്റു ഈ ഒരു ഫോമിൽ വരും. സോ ദിസ് ഈസ് ലെസ് ദാൻ 2 പ്ലസ് ഈ 1 മൈനസ് 1/2 1/2 കൂടെ ക്യാൻസൽ ചെയ്തിട്ട് 1 പ്ലസ് 1 മൈനസ് 1/2 റേസ് ടു എൻ മൈനസ് 1 വരുമല്ലോ. നമ്മൾ ഈ ഒരു ജോമെട്രിക് സീരീസ് ഞാൻ ഇവിടെ ഒന്നും കൂടെ ചെയ്ത് കാണിക്കാം. 1/2 പ്ലസ് 1/2 സ്ക്വയർ പ്ലസ് എക്സെട്ര 1/2 റേസ് ടു എൻ മൈനസ് 1 എന്നുള്ള ജോമെട്രിക് സീരീസിൻ്റെ ഫസ്റ്റ് ടേം 1/2 ആണ്. അപ്പോൾ ഇവിടെ എ ഈക്വൽ ടു 1/2. ഇത് എ ഇൻറ്റു ആർ, ഇത് എ ആർ റേസ് ടു എൻ മൈനസ് 2 ആണ്. അപ്പോൾ അതിൻ്റെ ജനറൽ ഫോർമുല എ ആർ അതിൻ്റെ ഫോർമുല എ ഇൻറ്റു 1 മൈനസ് ആർ റേസ് ടു എൻ മൈനസ് 1 ഡിവൈഡ് ബൈ 1 മൈനസ് ആർ. ഇവിടെ എയും 1/2 ആണ്, ആറും 1/2. അപ്പോൾ 1/2 ഇൻറ്റു 1 മൈനസ് 1/2 റേസ് ടു എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/2 എന്ന് പറയുമ്പോൾ 1/2. ഈ 1/2 1/2 ക്യാൻസൽ ചെയ്തിട്ട് മിച്ചം ഇത്രേ ഉള്ളൂ. അപ്പോൾ ദിസ് ഈസ് ലെസ് ദാൻ 3 മൈനസ് 1/2 റേസ് ടു എൻ മൈനസ് 1 എന്ന് കിട്ടും. ഇനി 3 മൈനസ് 1/2 റേസ് ടു എൻ മൈനസ് 1 എന്ന് പറയുന്നത് ലെസ് ദാൻ 3 ആയിരിക്കില്ല. 3 കുറച്ചൊരു നമ്പർ കുറയ്ക്കുന്നത് കൊണ്ട് നമുക്കിത് ലെസ് ദാൻ 3 എന്ന് കിട്ടി. ഇതിനെ ഇക്വേഷൻ 4 എന്ന് എടുക്കുക. Therefore we have 2 less than en is less than 3. കാരണം 2 ആണ് ഒരു ലോവർ ബൗണ്ട്. നമ്മൾ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു E1 ലെസ് ദാൻ E2 എക്സെട്ര ലെസ് ദാൻ En ലെസ് ദാൻ En+1 എഴുതിയാൽ അപ്പോൾ 2 അതിൻ്റെ ഒരു ലോവർ ബൗണ്ട്, 3 അതിൻ്റെ ഒരു അപ്പർ ബൗണ്ട് ആണ് എന്ന് കിട്ടി. Therefore നമുക്കിത് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്തു. 2 ലെസ് ദാൻ En ഈസ് ലെസ് ദാൻ 3. Therefore sequence En is an increasing sequence and is bounded. Therefore by monotone convergence theorem sequence En converges to a real number that lies between 2 and 3. എൻ്റെ വാല്യൂ 2നും 3ക്കും ഇടയ്ക്ക് ആയതുകൊണ്ട് ഇത് കൺവേർജൻ്റ് ആണ്. കൺവേർജൻസ് തിയറം വെച്ചിട്ട് കൺവേർജൻ്റ് ആണ്. അപ്പം കൺവേർജ് ചെയ്യുന്നത് ഇതിൻ്റെ ഇടയ്ക്കായിരിക്കും 2നും 3ക്കും ഇടയ്ക്കുള്ളൊരു വാല്യൂ ആയിരിക്കും. The monotone convergence theorem sequence En converges to a real number that lies between 2 and 3. We define E to be the limit of this sequence, and this is called the Euler's number. Its approximate value is 2.782818. We define E to be the limit of this sequence and is called the Euler's number, and its approximate value is 2.7182818. അപ്പോൾ ഇനി എക്സസൈസിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 4 ക്വസ്റ്റ്യൻസ് ഞാൻ ഇന്നത്തേക്ക് തരാം. ഇപ്പോൾ ഇന്നത്തെ ആ ക്വസ്റ്റ്യൻ കൂടാതെ ഈ ഒരു 4 പ്രോബ്ലം കൂടെ നിങ്ങൾ വൈകുന്നേരം സബ്മിറ്റ് ചെയ്യണം. അപ്പം 9th ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് ചെയ്യേണ്ടതാണ്. ലെറ്റ് x1 ഈസ് ഈക്വൽ ടു 8 ആൻഡ് xn+1 ഈസ് ഈക്വൽ ടു 1/2 xn+2 for n element of n. Show that sequence xn is bounded and monotone. Show that sequence xn is bounded and monotone. Find the limit. ഇത് ബൗണ്ടഡും മോണോട്ടോണും ആണെന്ന് നോക്കണം. എന്നിട്ട് അതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചു വയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ x1 8 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ x2 നമുക്ക് 8/2, ഇപ്പോൾ 6 കിട്ടും അല്ലേ. x2 നമുക്ക് 6 കിട്ടിക്കഴിഞ്ഞാൽ x3 നമുക്ക് എത്ര കിട്ടും? 6/2 5 കിട്ടും. അപ്പോൾ നമുക്ക് ഇതൊരു ഡിക്രീസിങ് സീക്വൻസ് ആണെന്നുള്ളത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത് ചെയ്ത് കാണിക്കണം. നമ്മൾ x1 ലെസ് ദാൻ x2 എന്ന് നമുക്ക് കിട്ടി.
എന്നിട്ട് നമ്മൾ ഇപ്പം പല പ്രോബ്ലംസ് നമ്മളിങ്ങനെ ചെയ്തു. എക്സ് കെ ലെസ് ദാൻ എക്സ് കെ പ്ലസ് 1 എടുത്തിട്ട് എക്സ് കെ ലെസ് ദാൻ തിരിഞ്ഞു പോയല്ലേ, ഡിക്രീസിങ് അല്ലേ, x1 ആണ് വലുത്. അപ്പോൾ എക്സ് കെ ഗ്രേറ്റർ ദാൻ എക്സ് കെ പ്ലസ് 1 എന്ന് എടുത്തിട്ട് എക്സ് കെ പ്ലസ് 1 ഗ്രേറ്റർ ദാൻ എക്സ് കെ പ്ലസ് 2, അതിൽ നിന്ന് നമുക്കൊരു ഡിക്രീസിങ് സീക്വൻസ് ആണെന്ന് കിട്ടും. അപ്പോൾ ഇതൊരു ബൗണ്ടഡ് ആണെന്നുള്ളത് പിന്നെ കാണിക്കണം. ഒരു ബൗണ്ട് 8 ആണ്, പിന്നെ നമുക്ക് ലോവർ ബൗണ്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് ബൗണ്ടഡ് ബിലോയും എബോവും ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. അതൊരു ബൗണ്ടഡ് ഡിക്രീസിങ് സീക്വൻസ് ആയതുകൊണ്ട് അതിൻ്റെ ഇൻഫീമത്തിലോട്ട് ഇത് കൺവേർജ് ചെയ്യും. എന്നിട്ട് ആ ഇൻഫീമം എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ നേരത്തെ ഇത് മോണോട്ടോൺ സീക്വൻസിൻ്റെ കേസ് നമുക്ക് എപ്പോഴും ടെയിലിൻ്റെ നോക്കിയാൽ മതി. അപ്പോൾ ലിമിറ്റ് ഓഫ് എക്സ് എൻ പ്ലസ് 1 ഈക്വൽ ടു ലിമിറ്റ് ഓഫ് എക്സ് എന്നുള്ളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടും. എക്സ് എൻ പ്ലസ് 1 ഇതിന് നമ്മൾ എക്സ് എന്ന് വിളിക്കും. ലിമിറ്റ് ഓഫ് എക്സ് എൻ പ്ലസ് 1 ലിമിറ്റ് ഓഫ് എക്സ് എൻ ഈക്വൽ ടു എക്സ് എന്ന് എടുത്തിട്ട് നമുക്ക് ഇത് ഈക്വൽ ടു എക്സ് എന്ന് എടുത്താൽ നമുക്ക് ഇതിൻ്റെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടും. അപ്പം ഇതൊരു മോണോട്ടോൺ ഡിക്രീസിങ് സീക്വൻസ് ആണ്. അതിൻ്റെ ലിമിറ്റ് 4 എന്നുമാണ് ആൻസർ കിട്ടേണ്ടത്. നെക്സ്റ്റ് വൺ, ലെറ്റ് x1 ഗ്രേറ്റർ ദാൻ 1 ആൻഡ് xn പ്ലസ് 1 ഈസ് ഈക്വൽ ടു 2 മൈനസ് 1 ബൈ xn. x1 greater than 1 and xn plus 1 is equal to 2 minus 1 by xn for n element of n. 2 minus 1 by xn for n element of n. Show that sequence xn is bounded and monotone. Show that sequence xn is bounded and monotone. Sequence xn is bounded and monotone. Sequence xn is bounded and monotone. Find the limit. Find the limit. അപ്പോൾ ഇത് ബൗണ്ടഡ് ആണ്, മോണോട്ടോണിക് വന്ന് കാണിക്കുക. എക്സ് എൻ പ്ലസ് 1 എക്സ് എൻ തമ്മിലുള്ള റിലേഷൻ. അപ്പം നമ്മൾ x1 ഏത് ആർബിട്രറി വാല്യൂ ഗ്രേറ്റർ ദാൻ 1 എന്ന് ഇവിടെ പറയുന്നുള്ളൂ. x1 വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പം നമ്മൾ അതിൽ നിന്ന് എക്സ് എൻ പ്ലസ് 1 എക്സ് എൻ തമ്മിൽ റിലേഷൻ നോക്കി ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് ഇത് ബൗണ്ടഡ് ആണെന്ന് നോക്കുക, പിന്നെ ഇത് കൺവേർജൻ്റ് ആണെന്ന് കാണിക്കുക. മോണോട്ടോണും ആണ്, ബൗണ്ടഡും ആയതുകൊണ്ട് കൺവേർജൻ്റ് ആണ്. ഇതിൻ്റെ ലിമിറ്റ് നമുക്ക് കിട്ടുന്ന ആൻസർ 1 ആണ് ആൻസർ കിട്ടേണ്ടത്. 11th question, let x1 greater than or equal to 2 and xn plus 1 is equal to 1 plus root of xn minus 1. xn plus 1 is equal to 1 plus root of xn minus 1 for n element of n. Show that sequence xn is decreasing and bounded below by 2. Show that sequence xn is decreasing and bounded below by 2. Find the limit. Find the limit. ആൻസർ നമുക്ക് കിട്ടേണ്ടത് 2 ആണ്. അപ്പോൾ ഇത് ഡിക്രീസിങ് സീക്വൻസ് ആണെന്ന് കാണിക്കണം, ഇതിൻ്റെ ലിമിറ്റ് 2 ആണെന്നും കാണിക്കണം. ഇത് മോണോട്ടോൺ സീക്വൻസ് ആണ്, പെട്ടെന്ന് കിട്ടും. ഒരു പ്രോബ്ലം കൂടെ ചെയ്യണം. x1 equal to 1 and let x1 equal to 1 and xn plus 1 is equal to root of 2 plus xn. Let x1 equal to 1 and xn plus 1 is equal to root of 2 plus xn for n element of n. Show that sequence xn converges and find the limit. Show that sequence xn converges and find the limit. ഇവിടെ ലിമിറ്റ് 2 ആണ്, ആൻസർ 2 ആണ് വരുന്നത്. അപ്പം ഈ 4 പ്രോബ്ലംസും കൂടെ കൂട്ടി വേണം സബ്മിറ്റ് ചെയ്യാനായിട്ട്. നോട്ട്